നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ഇത്രയും വഴക്കൂടെയും പിണങ്ങേണ്ടെന്നും കാര്യമില്ലായിരുന്നു. അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? അനഘ സത്യമൊന്നും അറിയാതെ ഒരു അബദ്ധം കാണിച്ചു. അത് നമുക്ക് ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, നമ്മുടെ വഴക്ക് കഴിഞ്ഞ ശേഷം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. താൻ ടെൻഷൻ അടിക്കുന്ന പോലൊന്നും അതിലില്ല. നമ്മളെന്തായാലും നാളെ സന്ദീപിന്റെ ആദരയുടെ കാര്യം അച്ഛനെ അറിയിക്കാതിരിക്കായിരുന്നു. അതറിയുന്നതോടെ അച്ഛൻ തീരുമാനം മാറ്റില്ലേ? മാറ്റോ? പിന്നെ മാറ്റാതെ. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെ വിവാഹക്കാര്യം കൂടി പറയും. പിന്നെ മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. സന്ദീപ് കെട്ടി ആദരയെ ഉപേക്ഷിച്ച് അനഘ കെട്ടാൻ പറയൂ അച്ഛൻ. അവിടെ തീരുവെല്ലാം. ഇതെല്ലാം അനഘ അറിയുമ്പോ അവൾ ഇനിയും വല്ല കടുങ്കയും ചെയ്താലോ? സന്ദീപിന്റെ ആദരയുടെയും വിവാഹം കഴിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനഘ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് തനിക്ക് ഈ പ്രേമത്തിന്റെ സൈക്കോളജി അറിയാത്തതുകൊണ്ടാ. എത്ര വലിയ പ്രേമമായാലും നമ്മൾ പ്രേമിക്കുന്ന ആൾ മറ്റൊരാളുടെ സ്വന്തമായി എന്നറിഞ്ഞാൽ നമ്മൾ പതിയെ അതിൽ നിന്ന് മാറും. ചിലർക്ക് കുറെ നാൾ വിഷമമായിരിക്കും. ആ വിഷമത്തിൽ ചില ആണുങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ശരീരമൊക്കെ നന്നാക്കും. ദേ, എന്നെ കണ്ടില്ലേ? ഞാനും അങ്ങനെ ആയിരുന്നു. താൻ ധൈര്യമായിട്ടിരിക്കെ. ഇന്ന് ഈ രാത്രി കൂടി കഴിഞ്ഞാ നാളെ എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഉറപ്പാണോ? എല്ലാം ഓക്കെ ആവോ സച്ചേട്ടാ? ഓഹോ, അതിലും സംശയം? പിന്നെ അർച്ചന, തൽക്കാലം അനഘയുടെ ഈ കാര്യങ്ങളൊന്നും തന്റെ വീട്ടിൽ ആരെ അറിയിക്കണ്ട. എന്തിനാ വെറുതെ ടെൻഷനാക്കുന്നേ? പ്രത്യേകിച്ചും ആതിരെ. കേട്ടല്ലോ? ഏട്ടാ, എന്താടാ? അനക്ക കാരണം ഉള്ള സമാധാനം കൂടെ പോയല്ലോ ഏട്ടാ. ദേ, ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ സംസാരിക്കായിരുന്നു. നാളെ നീ ചെന്ന് അച്ഛനോടെല്ലാം പറയുന്നതോടെ എല്ലാത്തിനും ഒരു പരിഹാരമാവും. ഇത്രയും നാൾ മറച്ചു വെച്ചതിന് കുറച്ച് വഴക്ക് കിട്ടും. അത് നീ കാര്യമാക്കണ്ട. അതല്ല ഏട്ടാ, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്നെ കൊണ്ട് കെട്ടിക്കാന്ന് അനക്കയ്ക്ക് അച്ഛൻ വാക്കു കൊടുത്തെന്ന്. ഇനി എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ആദ്യം ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. സന്ദീപ് അവളാണെങ്കിൽ ആകെ സങ്കടത്തില. എന്താ പറഞ്ഞ? എന്റെ ആതിരയുടെ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മരിച്ചു കളയുന്നു. ഇനിയെല്ലാം അച്ഛനോട് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്തു. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലേട്ടാ ഞാൻ. വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അച്ഛനോട് ഇനി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടും എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഉണ്ടാവും. അച്ഛൻ തീരുമാനിച്ച ഈ കാര്യത്തെ, അച്ഛൻ കൊടുത്ത വാക്കിനെ മാറ്റാൻ അച്ഛന് മാത്രമേ സാധിക്കൂ. എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ മാറാൻ തയ്യാറായില്ലെങ്കിൽ ബാക്കി എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എന്തായാലും നീ നാളെ അച്ഛനെ കണ്ട് സംസാരിക്കേ. സാർ, സാർ, സാർ,
പോലീസിന്റെ കേസ് ഫയല് ഞാൻ വായിച്ചു. എനിക്കുറപ്പുണ്ട് എന്റെ ഇക്കയുടേത് വെറും ഒരു ആക്സിഡന്റ് അല്ലെന്നും. എന്റെ അറിവുകൾ വെച്ച് എനിക്ക് മനസ്സിലായത് കണ്ടതും ഒന്ന് തന്നെയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. വിടില്ല ഒന്നിനെ ഞാൻ. എന്റെ ഇക്കയുടെ മരണത്തിന് കാരണക്കാർ ആരായിരുന്നാലും കൊല്ലും ഞാൻ. അതിനാ ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം. എപ്പോഴും ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ ഡോക്ടറെ പറ്റി തന്നെ ആലോചിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി സ്വയം ബിസിയായ കുറെയെങ്കിലും ആശ്വാസം കിട്ടും. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ സന്ദീപിന്റെ അനഘയുടെയും കാര്യം പറയും? വിജയ് തന്ന ഡയറി എങ്ങനെ ചോദിക്കും? എന്തായി നിന്റെ തീരുമാനം? പ്രേമിച്ച പെണ്ണിനെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പെണ്ണിനെ കെട്ടാൻ നീ റെഡിയല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് എന്റെ കുടുംബത്തിനോടും എന്റെ അച്ഛനോടും പകയുണ്ടെന്നല്ലേ പറയുന്നത്? നിങ്ങൾ നേരെ ഇപ്പം ഇങ്ങോട്ടോ, നമുക്ക് പകരം തീർക്കാം. അത് ശരി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊന്നും നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ? ഞാൻ എന്തിനാ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം? എന്റെ ഏട്ടനെ ഏട്ടത്തെയും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നതിന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ? എങ്കിലേ ആ ഭയം എനിക്കില്ല. ഫോൺ വച്ചിട്ട് പോണം മിസ്റ്റർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.